ശ്രീലതികകൾ തള്ളിരണിഞ്ഞൊലയവേ. ചിത്രം സുഖമോ ദേവി. പാടുന്നത് സാബു. തളിരണിഞ്ഞുലയവേ വാക്കിളിമകളേ തേൻ കുളിമൊഴിയേ അരിയൊരിയൂ ഞാനതിലും നാടു കനകരികളിലുരുവിയ കവിതകളകൾ തളിരണിഞ്ഞുലയവേ വാക്കിളിമകളേ തേൻ കുളിമൊഴിയേ അരിയൊരിയൂ ഞാനതിലും നാടു കനകരികളിലുരുവിയ കവിതകളകൾ ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ. സാഗരവുമേറ്റു പാടുമൊരു രാഗമായുണരുമീ പൂരികൻ തരണനാദമായി മധുരഭാവമായി ഹൃദയഗീതമായി വരിക. ഏഴു സാഗരവുമേറ്റു പാടുമൊരു രാഗമായുണരുമീ സരിമ സരിമ പ സരിമ പനി സരിമ പനി സരിമ പനി സരിമ പനി സരിമ പ ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ. പൊന്തിരികൾ പൂത്തു നിൽക്കുമൊരു ദീപമായുണരുമീ പൂരികൻ കരളിലാകവേ മലയ സാനുവേ നിറനിലാവുപോ വരിക. ഏഴു പൊന്തിരികൾ പൂത്തു നിൽക്കുമൊരു ദീപമായുണരുമീ പമരി പമരി സ പമരി സനി പമരി സനി പ പമരി സനി പമ പമരി സനി പമ സ ആ ആ ആ ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ വാക്കിളിമകളേ തേൻ കുളിമൊഴിയേ അരിയൊരിയൂ ഞാനതിലും നാടു കനകരികളിലുരുവിയ കവിതകളകൾ ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ.
ജീവിതത്തിന്റെ തിരക്കിൽ നിന്നും അല്പം മോചനത്തിനായി നാമൊക്കെ സിനിമാ തിയേറ്ററുകളിൽ അഭയം പ്രാപിക്കാറുണ്ട്. മാനസികോല്ലാസത്തിനായി സിനിമാ തിയേറ്ററിലെത്തുന്ന നമുക്ക് കൈപ്പേറിയ പല അനുഭവങ്ങളും അവിടെയും ഉണ്ടാകാറുണ്ട്. സ്വാഭാവികമായും പുറത്തെ പ്രകാശത്തിൽ നിന്നും തിയേറ്ററിനകത്തേക്ക് കടക്കുന്ന നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചയ്ക്ക് അല്പം മങ്ങൽ സംഭവിക്കാറുണ്ട്. അതുമൂലമുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ. ആദ്യം ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഒരു സിനിമാ തിയേറ്ററിലേക്ക് കടന്നു വരുന്നു. എന്തൊരു ചൂടല്ലേ? ചൂട്. അതെ, എ സി ആണ്. എ സി ഉണ്ടെങ്കിൽ ചൂട് കൊടുക്കും. അതെയാ? AC തിയേറ്ററിലാണ്. ഒന്നാമതൊരു മനുഷ്യനില്ലല്ലോ. അപ്പൊ എന്താ എന്ത് പറ്റി? ഒരു പാർട്ടി ഉണ്ട്. നമ്മൾ ഡീസന്റ് പാർട്ടീസാണ്. സോറി, ആ സ്ത്രീകൾ ഇരിക്കുന്ന സ്ഥലം പറഞ്ഞ് മാറിയിരുന്നേ. ഞാനെപ്പോഴും ഡീസന്റ് നമ്മുടെ സ്റ്റാറ്റസ് കളിക്കുന്നത്. ഇവിടെ ആളുണ്ട് ഇവിടെ ആളുണ്ടെന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ അടുത്ത് വരുന്നുണ്ട്. അവരൊക്കെ തനിക്കൊക്കെ മാറി അപ്പുറത്തിരുന്നൂറ് മാർക്കറ്റ് പാർട്ടീസാണ്. മനസ്സിലായി. വല്ല തറ പാർട്ടിയെ കയറി വന്നിരിക്കും. ഈ സമയത്താണ് തിയേറ്ററിൽ കറണ്ട് പോയത്. വീണ്ടും കറണ്ട് വന്നപ്പോൾ ഇനി സ്ത്രീകൾ ഭർത്താക്കന്മാരോടൊത്ത് സിനിമ കാണാനെത്തിയാലും ചിലപ്പോൾ ഉള്ളതാണ്. ഒന്നാം നിന്റെ കൂടെ വന്ന ദിവസം പോക്ക ഒന്നാം ഒരു മനുഷ്യനുണ്ടോ? രണ്ട് പാർട്ടീസ് ന്യൂലി മാരീഡ് ആണല്ലോ. ആന ആടുമ്പോലെ ഉണ്ട്. കഴിച്ചു വിട്ടാ. ചേട്ടാ സിനിമ കഴിഞ്ഞോ? ചുമ്മാരി പുറയില് കുറങ്ങന്മാരാ. ഒരു വെപ്പായി പോലോ. കൊണ്ടാണ് അയാളെത്തി. എടോ മനുഷ്യ ഇവിടെ ആളുണ്ട്. തനിക്ക് അപ്പുറത്ത് വരുന്നെന്താ? വലിയ പാടാന്ന്. സ്ഥിരം പരിപാടിയാന്ന് ഇത്. ഓരോന്ന് നമ്മുടെ കോളുകള് പറഞ്ഞ സിനിമക്ക് വരില്ല. നീ അതിനെന്ത് ധൈര്യമായിട്ടിരുന്നോ? ഞാനില്ലേ? അതാണ് പേടി. ധൈര്യമായിട്ടിരുന്നോട്ടാ. പിന്നെ ഏതാ പിന്നെ ഒരു വകം നോട്ടോ? പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ഇരിപ്പ് കണ്ടവൻ്റെ സിനിമ ധൈര്യമായിട്ടിരുന്നോ? ഞാനേ ഒന്ന് യൂറിനിൽ പോയിട്ട് വേഗം വരാം. ഫോറിനിലോ? യൂറിനിൽ വേഗം വരും. കണ്ണ് കാണാൻ പാടില്ല. തിരുവനന്തപുരം സിനിമ കാണാൻ വന്ന് കണ്ണ് കാണാൻ പാടില്ല. അവൻ എന്റെ അടുത്ത് കൂടിയല്ല. എന്ത് പറ്റിയത്? നമ്മുടെ കോളും പോയി. ചേട്ടാ എന്നെ പുറകെന്ന് വല്ലാതെ ശല്യപ്പെടുത്തുന്നുണ്ട്. ആരാ പുറകെ ശല്യപ്പെടുന്ന? അടിക്കാൻ വേണ്ട ചേട്ടൻ പോയി ചുമ്മാ തല്ലുകൊള്ളുന്നു. പിന്നെ പേരെന്താ? പേരെന്താന്ന് ഇയാള്? സ്ഥിരം പരിപാടിയാണ്. റംബാഹോ എന്നാരംഭിക്കുന്നു ചിത്രം അർമാൻ. ഈ ഗാനം പാടുന്നത് ആലിസ്. Zamba ho 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 ho, Zamba ho 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 ho, Zamba ho 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 ho. मैं नाचूं तुम नाचो, जितने तुम प्यार से जी लोगे उतनी ही जिंदगी. Zamba ho 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 ho, Zamba ho. तुम प्यार से जी लोगे उतनी ही जिंदगी. ज़म्बा हो 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 हो, ज़म्बा हो 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 हो.
zamba ho 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 ho. പൊതുവെ യാന്ത്രികത മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങിയിരിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ എന്ന പോലെ മനുഷ്യരുടെ സ്ഥാനത്ത് നമ്മുടെ നാട്ടിലും ഇന്ന് യന്ത്രമനുഷ്യർ എഴുന്നള്ളിക്കപ്പെട്ടിരിക്കുന്നു. വീട്ടുജോലികൾ വരെ ചെയ്യാൻ സാധിക്കുന്ന ഈ യന്ത്രമനുഷ്യനെ ഇവിടെ സാങ്കേതിക പരിശീലനം ഒട്ടും തന്നെ ലഭിക്കാത്ത ഒരു ഓപ്പറേറ്റർ ഒന്ന് പ്രവർത്തിപ്പിക്കുന്നത് നമുക്കൊന്ന് കാണാം. വീട്ടുജോലികൾ ചെയ്യാൻ സാധിക്കുന്ന ഈ യന്ത്രമനുഷ്യനെ കൊണ്ട് നമുക്കൊന്ന് ഉഴുന്നാട്ടിക്കാൻ ശ്രമിക്കാം. കൈകൊണ്ടാണ് യന്ത്രമനുഷ്യൻ ഉഴുന്നാട്ടുന്നത്. നമുക്ക് ഇതിനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ യന്ത്രമനുഷ്യന് എന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട്. കാരണം
കൈകൊണ്ട് ഉഴുന്നാട്ടേണ്ടതിന് പകരം ഇത് അര കൊണ്ടാണ് ഉഴുന്നാട്ടുന്നത്. നമുക്ക് ഇതിനെ ഒന്ന് നന്നാക്കിയെടുത്താലോ?